ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ നമ്മൾ ഇന്ന് സ്കൂളിൽ മക്കളുടെ ആർട്സ് ഡേ ആണ്. അപ്പോൾ അവരെയും കൊണ്ട് സ്കൂളിൽ വന്നിട്ടുണ്ട്, രാവിലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം പോയി അവരുടെ കോസ്റ്റ്യൂംസ് നമ്മൾ തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അപ്പോൾ കിട്ടിയില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന സ്കൂളിലാണ് കേട്ടോ. പിന്നെ സൗണ്ട് കേൾക്കണ്ടോയെന്നൊക്കെ അറിയില്ല, കുറച്ച് ദിവസം 2 ദിവസം ലോങ് വീഡിയോ ഇട്ടിട്ടില്ല തോന്നുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തായാലും ഷോർട്സ് ഒന്നും എടുക്കാൻ പറ്റും തോന്നണില്ല. പിന്നെ അത് മാത്രമല്ല, ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ആകെ 3 കുട്ടികൾ എത്തിയിട്ടുള്ളത്, 7 കുട്ടികളുണ്ട്. ഒരു സെമി ക്ലാസിക്കൽ ഗ്രൂപ്പ് ഡാൻസ് ആണ്. അപ്പോൾ അത് ഞാൻ വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്യും. കോപ്പിറൈറ്റ് ആ സോങ് ഇല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ച് പോവുകയുള്ളൂ. അപ്പോൾ ഓക്കെ, സ്കൂളിലാണ്. അപ്പോൾ ഇനി ഇവരെ മേക്കപ്പ് ചെയ്യണം, ഫൈനൽ ലുക്കൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും, അങ്ങനെ ഫുള്ളായിട്ടൊന്നും പറ്റുമൊന്നുമില്ല. ഓക്കെ, ബൈ. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഒരു 8 മണി ആയപ്പോഴത്തേക്കും നമ്മൾ കോസ്റ്റ്യൂംസ് നമ്മൾ ഏൽപ്പിച്ച് അവിടെ പോയിട്ട് എടുത്തു വന്നു കേട്ടോ. പിന്നെ അപ്പോൾ 1-2 പാരൻസൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ആർക്കും അങ്ങനെ എല്ലാവരും നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുട്ടികളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്തു, പാരൻസിൻ്റെ നല്ല ഹെൽപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു സെപ്പറേറ്റ് അങ്ങനെ ഒരു മേക്കപ്പ് മാൻ നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല, ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ മറ്റുള്ള പാരൻസിൻ്റെ ഹെൽപ്പ് നന്നായിട്ടുണ്ടായിരുന്നു, കുട്ടികളുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുടിയൊക്കെ കെട്ടുക എന്ന് പറയുന്നത്, അപ്പോൾ അതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡ്രസ്സ് ഇടാനും അതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോന്നും ചെയ്യാനൊക്കെ എല്ലാവരുടെയും പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവരുടെയും സപ്പോർട്ടിങ് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതോ ഒരു പാരൻറ്റ് പോയിട്ട് എന്തോ കടയിൽ നിന്ന് നമ്മൾ ബോണ്ട ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ അത് ഞങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഡ്രസ്സ് ചെയ്യണമുണ്ട്, അതിൻ്റെ ഇടയിൽ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണമുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, നല്ലൊരു രസമായിരുന്നു. ഓരോ വർഷത്തിലാണല്ലോ നമുക്ക് കുട്ടികളെ കൂടെ ഇങ്ങനെ ആർട്സിനൊക്കെ അവർ ചേർന്നെങ്കിൽ മാത്രമല്ല അവരെ കൂടെ അവരൊരുക്കാനും അതിനൊക്കെ പറ്റുക. അപ്പോൾ നമ്മൾ ഈ കോസ്റ്റ്യൂംസൊക്കെ എടുത്തിട്ടുള്ളത് ലയം എന്ന് പറഞ്ഞൊരു കോസ്റ്റ്യൂം കടയാണ്. ഇവിടെ പൂക്കോട്ടുംപാടത്ത് തന്നെയാണ് കേട്ടോ, നമ്മുടെ വില്ലോത്ത് ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അവിടെ നിന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക, വലിയ റേറ്റ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി അതിൻ്റെ എല്ലാ സാധനങ്ങളും ഓർണമെൻറ്റ്സും അതുപോലെ ഹെയർ ആക്സസറീസും എല്ലാം ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ്. മേക്കപ്പിൻ്റെ സാധനം മാത്രം ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചു, നമ്മൾ ഫാൻസിയിൽ പോയിട്ട് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ LP ആണ് കേട്ടോ മക്കൾ, LP ഉണ്ട്, UP സെക്ഷനാണ് കേട്ടോ ഇത്. അപ്പോൾ കിച്ചുമോൾ മാത്രമേ ഉള്ളതിൽ 7ാം ക്ലാസ്, ബാക്കിയുള്ള കുട്ടികളൊക്കെ 6ാം ക്ലാസ്സിലാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, കിച്ചുമോളുടെ മേക്കപ്പൊക്കെ പിന്നെ ഏകദേശം അവൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവളുടെ കണ്ണ് ഒന്ന് പിരികം എഴുതി കൊടുക്കണതും അതുപോലെ തന്നെ കണ്ണെഴുതണതും പിരികം ഒന്ന് ഹൈലൈറ്റ് ചെയ്യണതും മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഏറെക്കുറെ അവൾ തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം അവരിപ്പോൾ ഇങ്ങനെ ഭരതനാട്യം ഇങ്ങനെ കളിക്കണോണ്ടും അതൊക്കെ ഏകദേശം കുട്ടികളെ ഒരുക്കണ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. പിന്നെ അതിനിടയിൽ തിരുവാതിര കളിക്കണ കുട്ടികളെ ഒരുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവർ എന്നോട് ഒരുക്കി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടികളെയും ഒരുക്കി കൊടുത്തു. പിന്നെ നമ്മുടെ കുട്ടികളുടെ ഡാൻസ് ഞാനിതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് പാട്ടിടുമ്പോൾ കോപ്പിറൈറ്റ് വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ കോപ്പിറൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പാട്ട് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ പാട്ടില്ലാതെ പിന്നെ നിങ്ങൾ ഡാൻസ് മാത്രം വെറുതെ ഇങ്ങനെ കാണേണ്ടി വരും കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ നമ്മളെ കുട്ടിയൊക്കെ ഡാൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും അവിടെ ഇരുന്ന് പ്രോഗ്രാം കാണാൻ പറ്റൂല. അപ്പം ഞാനിത് നമ്മളെ മക്കളുടെ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഒരു പ്രോഗ്രാം മാത്രമേ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും പാട്ട് ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ മക്കളുടെ പാട്ടോട് കൂടിയിട്ട് തന്നെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിനി അപ്ലോഡ് ചെയ്തതിന് ശേഷം കോപ്പിറൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഭാഗത്തെ പാട്ടൊന്ന് റിമൂവ് ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് 2nd പ്രൈസാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് വേറൊരു കുട്ടികൾക്കായിരുന്നു, ഇവർക്ക് 2nd കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം.
കഴിഞ്ഞു. ഞങ്ങൾ ഡ്രസ്സൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പിന്നെ കറി വെക്കാനൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പച്ചക്കറിയും അതുപോലെ ചിക്കനൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലെത്തി കിച്ചുമോള് കുളിക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് അവൾ വിളക്ക് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കുളിച്ചില്ല, രാവിലെ ഒന്ന് കുളിച്ചതാണ്. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം. അപ്പോൾ ഈ ചിക്കൻ കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം കുളിക്കാനൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണേ. അങ്ങനെ എന്താ പറയുക, നല്ല കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ മുതൽ അങ്ങനെ നിൽക്കാൻ തുടങ്ങിയതല്ലേ, അപ്പോൾ ഭയങ്കര കാലുവേദനയൊക്കെ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഈ ഒരു രാത്രിക്കത്തേക്ക് ഫുഡ് വേണമല്ലോ. ഉച്ചയ്ക്ക് തന്നെ ഫുഡൊന്നും ശരിക്കും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, ഈ ചിക്കനൊക്കെ വാങ്ങിയിട്ട് പോന്നു. പിന്നെ വീട്ടിലെത്തിയിട്ട് ഞാൻ എന്താണ് ഇപ്പോൾ കറി വയ്ക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കണമല്ലോ. ഇനിയിപ്പോൾ ചിക്കൻ വാങ്ങിയാൽ ഇന്ന് രാത്രി എടുക്കാൻ പിറ്റേ ദിവസത്തേക്കും ആയല്ലോ വിചാരിച്ചിട്ട് അത് വാങ്ങിപ്പോന്നു. അപ്പോൾ വേഗം ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് വലിയ ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ സവോളയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊക്കെ ഇവിടെ ഞാൻ ചതച്ചട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതും കഴിഞ്ഞാൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയാലും ഒരു പകുതി നമ്മളെ ബോഡി പെയിനൊക്കെ അങ്ങോട്ട് പോകും, ഒരു സമാധാനമാകും. പക്ഷെ എന്തായാലും പിന്നെ കുളി കഴിഞ്ഞ് വന്നിട്ട് അടുക്കളയിലൊന്ന് കുക്കിങ്ങിന് നിൽക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഇതും കൂടെ ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് സമാധാനത്തോടെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിടയിൽ ഞാനിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കണം എങ്ങനെയാണെന്നിപ്പോൾ ഒന്നും ഞാൻ പറയണമൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തൊരു നമ്പറായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്തപ്പോൾ ജിഷ എന്ന് പറയുന്ന ആളാണ് വിളിച്ചിട്ടുള്ളത്. ഞാൻ അറിയുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തിരുവാതിരയ്ക്ക് ഒരുക്കാൻ ആളില്ലാഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് എന്നെ നോക്കിയിരുന്നു അവിടെ. അപ്പോൾ എന്നോട് ഒന്ന് പോകുന്നല്ലോ, എനിക്ക് കോസ്റ്റ്യൂമൊക്കെ കൊണ്ട് കൊടുക്കണമായിരുന്നു. കാരണം പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അത് വീണ്ടും അതിന് ചിലപ്പോൾ 2 ദിവസമൊക്കെ കയ്യിൽ വെച്ചാൽ ചിലപ്പോൾ എൻ്റെ റേറ്റ് കൂടും. അത് മാത്രമല്ല പിന്നെ അതൊരു മടിയൊക്കെ ആവും. അപ്പോൾ അത് കയ്യോടപ്പം തന്നെ പ്രോഗ്രാമിൽ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വേഗം കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ചെയ്തത്. കൊണ്ടു കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വരിക ചെയ്ത്. അപ്പോൾ ഈ കോള് വന്നപ്പോൾ ഞാൻ എടുത്തു. അപ്പോൾ അവർ പറഞ്ഞു അവർ കുട്ടികളെ മേക്കപ്പ് ചെയ്തതിന് ക്യാഷ് തരാൻ വേണ്ടിയിട്ടാണ് ഇന്നവിടെ നോക്കിയതെന്ന്. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ എൻ്റെ നമ്പറൊക്കെ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അതൊക്കെ സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എനിക്ക് GPay ചെയ്ത് തരാൻ വേണ്ടിയിട്ടായിരുന്നു. ആ കുട്ടികളെ ഞാൻ ഒരുക്കി കൊടുത്തതിന് അവരെനിക്ക് പൈസ തരാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് കേട്ടോ. പക്ഷെ അത് സന്തോഷമുണ്ട്. പക്ഷെ അതിലേക്കാൾ എനിക്ക് ഭയങ്കര ഒരു ചമ്മൽ വന്നു. കാരണം ഞാനങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരുക്കിയിട്ടൊന്നുമില്ല. കാരണം അവർ ആരുമില്ല. ഇപ്പം നമ്മളെ കുട്ടികളാണെങ്കിലും പെട്ടെന്ന് ഒരു പ്രോഗ്രാമിന് നമുക്ക് ഒരു മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരാളെ വെക്കാനുള്ളതൊന്നും നമുക്ക് ചിലപ്പോൾ കഴിയുണ്ടാവില്ല. പക്ഷെ നമുക്ക് ഒരുക്കി കൊടുക്കാനും കഴിയുമെങ്കിൽ നമ്മൾ പെട്ടുപോകുമല്ലോ. അപ്പോൾ ഇവരെനിക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ വേറൊരാൾ അതിന് വെക്കാതിരുന്നത്. പക്ഷെ അങ്ങനെ എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല, തന്നെ കഴിയും ഉണ്ടാവില്ല, ചിലപ്പോൾ ആരെയും വെക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ആരുമില്ലല്ലോ നോർത്തപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവൾ കുട്ടികളെല്ലാവരും കൂടെ സന്തോഷത്തോട് കൂടിയിട്ട് വലിയൊരു എമൗണ്ട് ഒന്നുമില്ല, എന്നാൽ ചെറിയൊരു എമൗണ്ട് എല്ലാവരും കൂടെ അവരൊരുക്കിയതിന് എല്ലാ കുട്ടികളും കൂടെ 50 രൂപ വെച്ചിട്ട് അവരങ്ങനെ കൂട്ടിയിട്ടുണ്ട്. ഒരു കുട്ടി 50 രൂപ വെച്ചിട്ട് അങ്ങനെ എടുത്താണ്. അപ്പം ഞാൻ പറഞ്ഞു അവൾ പൈസയൊക്കെ എല്ലാവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് എനിക്ക് അയക്കാൻ വേണ്ടിയിട്ട് നമ്പർ ഇത് ഓക്കെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ പറഞ്ഞു അവളോട് നീ ഒരു കാര്യം ചെയ്തോ, തിരിച്ചു കൊടുത്തോ കുട്ടികൾക്ക് തന്നെ, എനിക്ക് വേണ്ട, ഞാനും സന്തോഷത്തോടെയാണ് ചെയ്തത്. പിന്നെ നമ്മൾ പൈസ വാങ്ങിയിട്ട് ചെയ്യാനുള്ള അത്രയും മേക്കപ്പ് ഞാൻ ചെയ്തിട്ടുമില്ല. അതുമാത്രമല്ല തിരുവാതിരക്കളിക്ക് ഓൾറെഡി സ്റ്റേജിൽ വേറെ കുട്ടികൾ കയറിയിട്ടുണ്ട്, LP കുട്ടികൾ കയറിയിട്ടുണ്ട്. അവരത് കഴിഞ്ഞാൽ പിന്നെ UP കുട്ടികളാണ്. അപ്പോൾ അധികം സമയമില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു ചടുപടേനെ അങ്ങോട്ട് ഒരുക്കിയെടുത്തതാണ്. അപ്പോൾ അതിന് എൻ്റെ കൂടെ നിന്ന് 2-3 കുട്ടികളും ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒട്ടതിനാ പൈസ വാങ്ങാനൊരിത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നീ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല, അതെല്ലാവരും സന്തോഷത്തോടെ തന്നതാണ്, 50 രൂപയല്ലേ ഒരു കുട്ടിക്ക് ആവണുള്ളൂ, പിന്നെ അത് മാത്രമല്ല എല്ലാവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 350 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തോ, ഇനിയിപ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ടാവുണ്ട്, എന്നൊരു 100 രൂപ എൻ്റെ ഇതിലേക്ക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു, ബാക്കി നിങ്ങൾ എടുത്തോളാം. അപ്പോൾ അവൾ സമ്മതിച്ചില്ല. ഇല്ല, ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഒരു കുട്ടീൻ്റെ പൈസ വെച്ച് ബാക്കിയുള്ളതൊക്കെ ഞാൻ 300 രൂപ ഞാൻ ഇട്ട് തരാം കേട്ടോ എന്നും പറഞ്ഞിട്ട് 300 രൂപ ഇട്ട് തന്നു. പക്ഷെ അത് സന്തോഷമുണ്ട്. നമ്മളൊരു ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ട് അതിന് ഒരു എന്താ പറയുക, അതിനുള്ളൊരു ഇത് കിട്ടുക എന്ന് പറയണത്, ഒരു സുഖ സമ്മാനമായിട്ട് കിട്ടുക എന്നൊക്കെ പറഞ്ഞ സന്തോഷമാണ്. പക്ഷെ എന്തോ അത്രമാത്രം ഞാൻ ഒരുക്കിയിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് എന്തോ ഒരു ചമ്മലും, അത് വാങ്ങിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നി. എന്തായാലും അവളത് പൈസ അയച്ചു തന്നപ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ എന്തോ പൈസ വാങ്ങിയതിൽ മടിയുണ്ട് കേട്ടോ.
അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. നമ്മളെ കുട്ടികളെ പോലെ തന്നെ അവരെ ഒരുക്കാൻ പറ്റി. നമ്മളെ മക്കളെ ഒരുക്കി അത്രയും തന്നെ അങ്ങോട്ട് ഒരുക്കാനൊന്നും പറ്റിയിട്ടില്ല. സമയപരിമിതി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഒരുക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതാണ് നമ്മളെ ചിക്കൻ കറിയൊക്കെ ഏകദേശം ഇതാ പിന്നെ മസാലകളൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ ഇട്ടു. ഞാൻ വാങ്ങിയ ചിക്കൻ മൊത്തം അങ്ങോട്ട് കറിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴും എടുക്കാം. പിന്നെ രാവിലത്തേക്ക് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ എന്തെങ്കിലും കടി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിലേക്കും ആയല്ലോ. പിന്നെ ബാക്കിയുള്ള അങ്ങോട്ട് വരട്ടി വെക്കാം. കറിയായിട്ടിരിക്കണം. പിന്നെ ഉച്ചയ്ക്കൊക്കെ ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് വരട്ടിയായി എടുത്താൽ അങ്ങനെ എടുക്കാതെ വിചാരിച്ച് എല്ലാം കൂടെ ഉണ്ട് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഇതിൻ്റെ പുറമെ നാളെ ഒന്ന് പിന്നെ അത് കുറച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ വീണ്ടും വേണം നാളേക്ക് എടുത്തുണ്ടാക്കാം. അപ്പോൾ അതിനൊക്കെ ഒരു മടി തോന്നിയപ്പോൾ എല്ലാം അങ്ങോട്ട് ഒന്നിച്ചങ്ങോട്ട് കുറഞ്ഞൊരു കറി രൂപത്തിലാണ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഓർത്ത് ചോറ് രാവിലെ ഞാൻ വെച്ചതുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തത്ത സ്കൂളിട്ട് വന്നപ്പോൾ ലൂക്കയ്ക്കും അവൾ ഫുഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൾ കഴിച്ചു തോന്നുന്നു. അപ്പോൾ പിന്നെ ചോറ് പിന്നെ കുറച്ചേ ഉള്ളൂ. ഇനി നൈറ്റ് ലൂക്കയ്ക്ക് ഫുഡ് കൊടുക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ചോറും വെക്കേണ്ട അവസ്ഥയായി. ആകെ മടി വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ മടി വന്ന് നിൽക്കുമ്പോൾ എല്ലാത്തിനും മടി തന്നെയാവും. അപ്പോൾ ഒന്നുകൂടെ എന്താ പറയുക, ഒരുപാട് പണികൾ ഉണ്ടാവുകയും ചെയ്യും. ഇനിയിപ്പോൾ ചിക്കൻ മാത്രം വെച്ചുകൊണ്ട് കാര്യമില്ല. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോണേന്നറിയോ, കുക്കറിൽ വേഗം നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി ഉണ്ടല്ലോ അത് വെച്ചിട്ട് വെറുതെ ഒരു ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അല്ലാണ്ട് ഇപ്പോൾ ചോറിന് വെക്കാനൊക്കെ മടി തോന്നുന്നുണ്ട്. അതാകുമ്പോൾ 2 വിസിലടുപ്പിച്ചെടുത്താൽ ചോറായല്ലോ. അപ്പോൾ ഏതായാലും ചിക്കൻ ഇവിടെ വേവട്ടെ കേട്ടോ. അങ്ങനെ അപ്പോൾ അത് ചിക്കനൊക്കെ ഞാൻ അടച്ചു കൊടുത്തു. അപ്പോഴാണ് എനിക്ക് ഓർമ്മയത് കുറച്ച് മല്ലിയില ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ മല്ലിയില ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് മല്ലിയിലയൊക്കെ കഴുകിയാണ്ട് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തു. അത് അപ്പുറത്തെ അടുപ്പിലേക്കാണ്ട് മാറ്റി വെച്ചു. ഇനി ഈ ഒരു അടുപ്പിൽ ഞാനിവിടെ എന്താ പറയുക, നമ്മൾ റൈസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കുറച്ച് നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ വെള്ളത്തിലാകുണ്ടാവും. വെള്ളത്തിന് ദാഹം ഉണ്ടൊക്കെയാണ്. നമുക്ക് ഒരു കുടിപ്പറിയാം. ഹലോ ഗായ്സ്, അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഫുൾ ബിസി ഒരു ഡേ ആയിരുന്നു. അപ്പോൾ ആകെ ബോഡി പെയിനൊക്കെ ഉണ്ട്. കാലൊക്കെ ഭയങ്കര വേദന. രാവിലെ മുതൽ ഇങ്ങനെ നിൽക്കല്ലേ ഇവർ ഒരിക്കലും അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.